നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം മിക്കവാറും എല്ലാവരും കേട്ട് പരിചയമുള്ളതാണ്. ആ ഗാനം നമ്മൾ ആലപിക്കുമ്പോൾ ഓക്കെ, ഒന്ന് രണ്ട് ആശയം അതിനു മുമ്പ് നമ്മൾ ചിന്തിക്കണം. പ്രധാന ആശയം ഇതാണ്: ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടോ, നമ്മളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടോ, ഉണ്ടോ? എത്ര പേർക്ക് അങ്ങനെ നല്ല ഉറപ്പുണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്ന്? ഒന്ന് കൈവീശിയേ. അതെ, ഒന്ന് കൈവീശിയേ. അതെ, ആ ഉറപ്പാണ് വളരെ പ്രധാനം. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. ഈ പരിശുദ്ധാത്മാവ് ആരാകുന്നു? നമ്മൾ കൊച്ചു വേദോപദേശ പുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണല്ലേ. പരിശുദ്ധാത്മാവ് ആരാകുന്നു? വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും സമനായവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ഏറ്റുപറയാം. എല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞ്, കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും സമനായവനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്നവനും എല്ലാവരും അതിരം തുറന്ന്, പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ചാലകശക്തി, പ്രൈം മൂവിങ് പവർ. ഇത് നമ്മളിൽ ഉണ്ട് ഓൾറെഡി. ഹി ഈസ് ഓൾറെഡി ഇൻ us. ആ പരിശുദ്ധാത്മാവ് കാറ്റ് പോലെയാണെന്നും പ്രാവ് പോലെയാണെന്നും വെള്ളം പോലെയാണെന്നും എല്ലാമുള്ള പ്രതീകങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ആരംഭിച്ചതെങ്കിലും പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ആ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ആ പരിശുദ്ധാത്മാവ് ആരാകുന്നു? വ്യക്തിയാണ്. ആ വ്യക്തിത്വം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഗാനം നമ്മൾ ആലപിക്കുമ്പോൾ ഈ ഗാനത്തിന്റെ ആദ്യ ഭാഗം പറയുന്നത് ഇതാണ്: ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ ഹൃദയത്തിൽ വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ എന്നിൽ കത്തി പടരണമേ, അല്ലെങ്കിൽ ജീവജലത്തിന്റെ അരുവിയായി എന്നിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ. അപ്പോൾ ഇവിടെയുള്ള ആശയം നമ്മൾ മുകളിൽ നിന്നൊന്നും വരികയല്ല, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ആ ബോധ്യത്തോടുകൂടി അതോടൊപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്നേഹം ഒഴുക്കുന്നു. ഈ ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് അതോടൊപ്പം പാടാം, ആരംഭിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ജീവജലത്തിന് അരുവിയായി എന്നിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജ്ഞാനം നൽകണമേ, അറിവ് നൽകണമേ, ദൈവിക വെളിപ്പെടുത്തലുകൾ നൽകണമേ. ജ്ഞാനത്തിന്റെ ആത്മാവിനെയും വെളിപാടിന്റെ ആത്മാവിനെയും എന്നിൽ അഭിഷേകമാക്കണമേ, എന്നിൽ തുറക്കണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ കത്തി പടരണമേ, ആത്മാവേ എന്നിൽ കത്തി പടരണമേ.